നമ്മുടെ കയ്യിലിരിക്കുന്ന ചെറിയ സാധനങ്ങൾക്ക് പോലും ഉണ്ടാക്കിയ ഒരാളുണ്ട് എന്ന് പറയാൻ കഴിയുന്നുവെങ്കിൽ ഈ പ്രപഞ്ചത്തിനെ ഉണ്ടാക്കിയ ആളില്ല എന്ന് പറയാൻ മാത്രമുള്ള മൗഢ്യത്വം ഒരു മനുഷ്യനും ഉണ്ടാവരുത് എന്ന് വിശുദ്ധ ഖുർആൻ. സൃഷ്ടാവിനെ അറിയുന്നത് സ്വന്തം മാതാപിതാക്കളെ അറിയുന്നതിനേക്കാളും വലുതാണ്. പടച്ചവനെ നിഷേധിക്കുന്നത് സ്വന്തം മാതാപിതാക്കളെ നിഷേധിക്കുന്നതിനേക്കാളും ഗുരുതരമാണ്. തന്റെ അസ്തിത്വത്തിന്റെ, തന്റെ വുജൂദിന്റെ സബബ്, തന്റെ the reason of his existence, നമ്മുടെ മാതാപിതാക്കളുടെ അസ്തിത്വത്തിന്റെ കാരണം അല്ലാഹുവാണ്. ഖാലിഖു കുല്ലി ഷൈ. അതുകൊണ്ട് അല്ലാഹു മനുഷ്യനെ ജീവിപ്പിക്കുന്നത് ഈ ഒരു ലോകത്തെ ജീവിതം കഴിഞ്ഞ് അവസാനിപ്പിച്ച് കുഴിച്ചു മൂടുകയല്ല. ഖബറിലേക്ക് പോകുന്നത് അടുത്ത ഒരു ജന്മമാണ്, അടുത്ത ഒരു ലോകമാണ്. അടുത്തൊരു ലോകം നമ്മുടെ കൺമുമ്പിൽ കിടക്കുന്ന ആ ലോകത്തെ നമ്മൾ വിദൂരമായിട്ടാണ് കാണുന്നത്. അത് നമ്മുടെ തൊട്ടരികത്താണുള്ളത്. നമ്മൾ വിദൂരമായി കാണുന്ന മരണം, അത് പത്രത്തിൽ ആരുടെയൊക്കെയോ പേര് നാളെ വരും. ഞാനില്ല എന്ന് നമ്മൾ വിചാരിക്കുമ്പോഴേ നമ്മൾ ഉണ്ടാകുമോ എന്ന് പോലും അറിയാതെ അള്ളാഹുവിൻ്റെ സുനിശ്ചിതമായ ഒരു തീരുമാനത്തെ അല്ലാമ ഇബ്നുൽ ജൗസിയുടെ ഒരു കിതാബുണ്ട്, സ്വൈദുൽ ഖാതിർ. അതില് ഇഫാഖത്തുൽ മുഹ്തദിർ, മരണമാസന്നമാകുന്ന മനുഷ്യനെ ബോധം തെളിയുന്ന ചില രംഗങ്ങൾ മഹാൻ വിവരിക്കുന്നുണ്ട്. കാണാത്ത കാഴ്ചകൾ കാണുന്ന നേരമാണ് മരണമാസന്നമാകുന്ന നേരം. മലക്കുകളെ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. മലക്കുകളെ നമ്മൾ കാണുന്നുണ്ടോ? അവർ അദൃശ്യ ലോകത്താണ്. മരണമാസന്നമാകുന്ന ഒരാൾ മലക്കുകളെ കാണുമെന്ന് വിശുദ്ധ ഖുർആൻ. പുണ്യനബി തങ്ങൾ പറഞ്ഞു, അല്ലാഹുവേ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. സത്യവിശ്വാസികൾ മരണപ്പെടുമ്പോൾ സ്വർഗം കാണിച്ചു കൊടുത്തുകൊണ്ട് സ്വർഗത്തിലേക്ക് വരുന്നില്ലേ എന്ന് അവരെ ക്ഷണിക്കാൻ മലക്കുകൾ വന്ന് വിളിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു സൗഭാഗ്യം നമുക്ക് നൽകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഗുരുനാഥന്മാർ, നമ്മളോട് ബന്ധമുള്ള, സ്നേഹമുള്ള, കടപ്പാടുള്ള നമ്മുടെ ജീവിതത്തിൽ പല നിലക്കും നാമുമായി ബന്ധപ്പെട്ട് കഴിയുന്നവർ, അല്ലാഹുവേ, ഇൽമിന്റെ അഹ്ലുകാർ, ദീനിന്റെ ഖാദിമീങ്ങൾ, സർവ്വ മുഅ്മിനീങ്ങൾക്കും അതിന് തൗഫീഖ് നൽകണേ തമ്പുരാനേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആ ഒരു ലോകം ദൂരെയല്ല എന്ന് തിരിച്ചറിഞ്ഞവരാണ് മഹാനായ ഹബീബുൽ അജ്മി റഹ്മത്തുള്ളാഹി അലൈഹി. നേരം വെളുത്താൽ തൻ്റെ ഭാര്യയോട് പറയുമത്രേ, യുഗസ്സിലുനീ ഫുലാനുൻ വയുകഫിനുനീ ഫുലാൻ. നേരം വെളുത്താൽ ഭാര്യയോട് പറയും, ഇന്നെങ്ങാനും ഞാൻ മരിക്കുകയാണെങ്കിൽ എൻ്റെ മയ്യിത്ത് കുളിപ്പിക്കേണ്ടത് ഇന്ന ആളാണ്. പേര് പറയും. ഇന്ന ആളാണ് എന്നെ കഫംപട അണിയിക്കേണ്ടത് എന്ന് പേര് പറയും. നടക്കാൻ പോകുന്ന ഒരു സംഭവം വിദൂരമല്ല, അരികത്താണ് എന്ന് തിരിച്ചറിയുന്നിടത്താണ് ഒരു മനുഷ്യൻ വിജയിക്കുന്നത്. ദൂരെയല്ല. നമ്മൾ വിചാരിക്കേണ്ട നമുക്ക് ആയുസ്സിന്റെ വലിയൊരു ഭാഗം എത്തിപ്പിടിക്കാൻ കഴിയുമെന്ന് നമുക്കറിയില്ല. മേ ഓർ മേ നോട്ട് ബി, നമുക്കറിയില്ല. വതഹ്സബൂനഹു ബഈദൻ, നിങ്ങൾ ദൂരെയാണെന്ന് വിചാരിക്കുന്നു, അത് അരികത്തു തന്നെയാണ്. അത് ദൂരെയാവണം എന്നല്ല പറയുന്നത്, അതിൽ ബറക്കത്തുണ്ടാവാൻ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ച രണ്ടു കാരണങ്ങൾ. ഒന്ന് കുടുംബ ബന്ധം ചേർത്തലാണ്, മറ്റൊന്ന് സ്വന്തം മാതാപിതാക്കൾക്ക് ഉപകാരം ചെയ്യലാണ്. ഇത് രണ്ടുമുള്ളവർക്ക് അല്ലാഹു ആയുസ് നീട്ടിക്കൊടുക്കും എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അരികത്ത് കിടക്കുന്നതാണ് എന്ന മനുഷ്യൻ തിരിച്ചറിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ പരലോകത്തിന്റെ ചിത്രം ഉൾക്കൊണ്ടു എന്ന് പറയാൻ കഴിയുന്നത്. ആരിഫീങ്ങൾ, മഹാനായ കൂഫ കണ്ട, ഇറാഖ് കണ്ട, ലോകം കണ്ട സൂഫിവര്യനായിരുന്ന മഅറൂഫുൽ ഖർഖി റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനവറുടെ മുമ്പിൽ വെച്ച് ഒരാൾ മറ്റൊരാളെ ഗീബത്ത് പറഞ്ഞപ്പോ, പരദൂഷണം പറഞ്ഞപ്പോ, മഹാനായ മഅറൂഫ് എന്ന ശൈഖ് അവറുകൾ പറഞ്ഞ മറുപടി, നിന്റെ കണ്ണുകൾക്ക് മീതെ ആ പഞ്ഞിയും പരുത്തിയും വെച്ച് മൂടുന്ന ആ ഒരു നാള് നീ ഓർക്കുന്നുണ്ടോ? ഒരാളെ പറ്റി കുറ്റം പറഞ്ഞപ്പോ,
ഒരാളെപ്പറ്റി പറയാൻ പാടില്ലാത്തത് പരദൂഷണം. ഗീബത്ത് പറയല്ലേ എന്നതിന് മറുപടിയായി മഹാൻ പറയുന്നത്, നിന്റെ കണ്ണുകൾക്ക് മീതെ പഞ്ഞിയും പരുത്തിയും വെച്ച് മൂടിക്കെട്ടുന്ന ദിവസം നീ ഓർക്കുന്നില്ലയോ? മരണം നീ ഓർക്കുന്നില്ലേ? നിന്റെ മുമ്പിലേക്ക് വരുന്നത് അത് അരികത്തു തന്നെയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. زين للناس حب الشهوات من النساء والبنين والقناطير المقنطرة من الذهب والفضة والخيل المسومة والأنعام والحرث ذلك متاع الحياة الدنيا والله عنده حسن المآب. ജനങ്ങൾക്ക് ഇഷ്ടമാണ് വണ്ടിയെടുത്ത് പോവാണ്. ഇന്നത് കുടിക്കണം, ഇന്നത് കഴിക്കണം എന്ന് തോന്നുമ്പോഴേക്കും ഓടുന്നു. ഇന്നയിടം കാണണമെന്നറിയുമ്പോഴേക്കും ഓടുന്നു, യാത്ര തുടങ്ങുന്നു. ഇത് മനുഷ്യനിഷ്ടമാണ്. മിനൻ നിസാഇ വൽ ബനീൻ, പെണ്ണുങ്ങളെയും മക്കളെയും, വൽ ഖനാതീരിൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫിദ്ദ, സ്വർണവും വെള്ളിയും ലോഹങ്ങളും അട്ടിയായി കുവിഞ്ഞുകൂടുന്നത്, ഇഷ്ടം പോലെ സ്വർണവും വെള്ളിയും പൈസയും ഉണ്ടാകുന്നത് മനുഷ്യന് ഇഷ്ടമാണ്. വൽ ഖൈലിൽ മുസവ്വമ, മനോഹരമായ കുതിരകൾ. അന്നത്തെ വാഹനമാണ്, അന്നത്തെ ഫാസ്റ്റസ്റ്റ് വെഹിക്കിളാണ് കുതിരകൾ. വളരെ സ്പീഡുള്ള വാഹനം, കുട്ടികൾക്കടക്കം സ്പീഡുള്ള വാഹനം ഭയങ്കര ഇഷ്ടമാണ്. ചെറിയ മക്കൾ പോലും കാറ് വേണ്ടേ മോനെ എന്ന് വെച്ചാൽ പാപ്പ എന്നാൽ ഫെറാറി വാങ്ങിച്ചാൽ മതിയിട്ടോന്നാ പറയാ. അവർക്ക് അതിൽ കുറഞ്ഞൊന്നും വേണ്ടാന്ന്. ലംബോഗിനി, പടച്ചോനെ, നമുക്കും ചിന്തിക്കാൻ തന്നെ പേടിയാണ്. പടച്ചതൊക്കെ എങ്ങനെയാ, എവിടുന്നാ വാങ്ങിക്കുക? കുട്ടികൾക്ക് പോലും അതിവേഗതയുള്ള വാഹനങ്ങൾ വേണം. ഇത് മനുഷ്യന്റെ പ്രകൃതമാണ്. മനുഷ്യരിൽ കന്നുകാലികളെ, പെറ്റ്സുകളെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. വൽ ഹർസ്, കൃഷിയിടങ്ങൾ ഇഷ്ടമുള്ളവരുണ്ട്. എന്നാൽ ഇതൊക്കെ പറ്റി അല്ലാഹു പറയുന്നു, ദാലിക മതാഉൽ ഹയാത്തിദ് ദുനിയാ, ഇത് നിങ്ങളുടെ ഈ ലോകത്തെ കുറച്ചു നാളത്തേക്കുള്ള ജീവിതത്തിന്റെ ചില സൗകര്യങ്ങൾ മാത്രമാണ്. വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്, പടച്ചവനിലേക്ക് നിങ്ങൾ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ കാണാനിരിക്കുന്നത് അതിമനോഹരമാണ് കേട്ടോ. ഈ കണ്ടതൊന്നുമല്ല, ഇതിലും മനോഹരമായത് അള്ളാഹു നിങ്ങൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് ഒരു മുസ്ലിമായ ആണോ പെണ്ണോ മരണം എന്ന് പറയുമ്പോൾ പേടിക്കേണ്ടവരല്ല. ഈ ലോകത്ത് നിന്നും എത്രയോ ഉത്തമമായ ഒരു ലോകത്തേക്കുള്ള ഒരു ട്രാൻസ്ഫറാണ് മരണമെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയണം. അതാണ് വിജയം. ഈ ലോകത്തെ വലിയ വിജയം എന്ന് പറഞ്ഞാൽ മരിക്കുന്ന സമയം ബേജാറാവാതെ ടെൻഷനാവാതെ മരിക്കണമെന്നതാണ്. അതില്ലാതെ ബാക്കിയൊക്കെ ഉണ്ടായി മരണനേരത്താകെ വെപ്രാളപ്പെട്ട് വിഷമിച്ച് വേദനിച്ച് നിലവിളിച്ച് ആർക്കെന്ത് ചെയ്യാൻ പറ്റും? ذلك متاع الحياة الدنيا والله عنده حسن المآب قل أنبئكم بخير من ذلكم, നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്നഭവനം, സ്വപ്നവാഹനം, നിങ്ങളുടെ സൗകര്യങ്ങൾ, ഇതിനേക്കാളൊക്കെയും മനോഹരമായത് ഞാൻ പറഞ്ഞു തരട്ടെയോ? ലില്ലദീന തഖൗ ഇൻദ റബ്ബിഹിം ജന്നാത്ത്, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചവർക്ക് അല്ലാഹു സ്വർഗീയ ആരാമങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നു. ഒരു കണ്ണും കാണാത്തത്, ഒരു മനസ്സുകൊണ്ടും ചിന്തിക്കാൻ കഴിയാത്തത്, ഒരു ആർട്ടിസ്റ്റിന്, ഒരു ഗ്രാഫിക് ഡിസൈനർക്ക് പോലും ഒന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്തത് അല്ലാഹുവിൻ്റെ സ്വർഗം അങ്ങനെയാണത്രേ. വലാ ഖത്തറ അലാ ഖൽബി ബശർ, ഒരു എഞ്ചിനീയർക്കോ ഒരു ഡിസൈനർക്കോ മനസ്സിൽ പോലും ചിന്തിക്കാൻ കഴിയാത്തതാണ് സ്വർഗമെന്ന് പുണ്യനബി പറഞ്ഞു കഴിഞ്ഞു. ഇനി ആർക്കും ഇത് ഡിസൈൻ ചെയ്യാൻ കഴിയില്ല. ഒരു മനുഷ്യന്റെ സൃഷ്ടിപ്പിലും അത് കിട്ടില്ല, മനുഷ്യന്റെ ചിന്തയിൽ പോലും അത് വരികയില്ല. അത്രയും മനോഹരമായ ഒരു സ്വർഗം അല്ലാഹുവിനെ ഭയപ്പെട്ടവർക്ക് അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ നഷ്ടപ്പെട്ടെങ്കിൽ എന്താണ്?
ഇവിടെ നഷ്ടപ്പെടുന്നത് നഷ്ടമല്ല എന്നും അതിനേക്കാളും വലുത് അല്ലാഹു നിങ്ങൾക്ക് ഒരുക്കി വെച്ചു. ആ ലോകത്തെ റബ്ബ് പരിചയപ്പെടുത്തുന്നത് വഅസ്വാജും മുതഹറ, പരിശുദ്ധരായ ഇണകൾ അവിടെ നിങ്ങൾക്കുണ്ട്. അവിടെ പരിശുദ്ധരായ ഇണകളുണ്ട്. വറിദ്വാനും മിനല്ലാഹ്, അതിനേക്കാളൊക്കെ അപ്പുറം അള്ളാഹുവിൻ്റെ തൃപ്തിയും നിങ്ങൾക്ക് നൽകപ്പെടും. അള്ളാഹു നിങ്ങളോട് തൃപ്തിപ്പെടും. വല്ലാഹു ബസീറും ബിൽ ഇബാദ്. ആരൊക്കെയാണ് ഇവരെന്നറിയണോ? അവരുടെ ഒരു പ്രത്യേകത എന്ന മഹാപുസ്തകം വായിക്കുമ്പോൾ സ്രഷ്ടാവിനെ കണ്ടെത്താൻ കഴിയുന്ന ഒരു വായന ചെയ്തവർക്കാണ് ആ സൗഭാഗ്യം. പ്രപഞ്ചമെന്ന പുസ്തകം വായിക്കുമ്പോൾ അതിലൂടെ അതിൻ്റെ സ്രഷ്ടാവിനെ കണ്ടെത്താൻ കഴിഞ്ഞവർ, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഇന്നനാ ആമന്നാ, ഞങ്ങൾ വിശ്വസിച്ചവരാണ്. റബ്ബേ ഫഗ്ഫിർ ലനാ ദുനൂബനാ, ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരേണമേ. വഖിനാ അദാബന്നാർ, ഞങ്ങളെ നരകത്തിൽ നിന്ന് കാക്കേണമേ എന്ന് ദുആ ചെയ്യുന്ന വിശ്വാസികൾക്കാണ് ഈ ഭൗതികതയുടെ എല്ലാറ്റിനേക്കാളും വലുത് സ്വർഗം അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്കലാൻ, നമ്മൾ ഇന്ന് യുദ്ധം നടക്കുന്ന ഗസയുടെ യുദ്ധഭൂമിയിൽ നമ്മൾ കേൾക്കുന്ന പേരാണ് അസ്കലാൻ. അസ്കലാൻ, അഷ്കലാൻ എന്ന് പറയുന്ന അധിനിവേശത്തിന്റെ ഭാഗമാണ് അഷ്കലാൻ. ആ അഷ്കലാനിൽ ജീവിച്ചുപോയ ഹദീത്ത് പണ്ഡിതനുണ്ട്. സ്വഹീഹുൽ ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതിയ അല്ലാമത്തുൽ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി. ഇബ്നു ഹജർ അസ്ഖലാനിയുടെ നാടാണ് ഇന്ന് ജൂതന്മാർ കൈയടക്കി വെച്ചിരിക്കുന്ന അഷ്കലാൻ. അത് ഇബ്നു ഹജർ അൽ അസ്ഖലാനിയുടെ നാടാണ്. മഹാനവറുകൾ ഗാംഭീര്യമുള്ള ഒരു പണ്ഡിതനാണ്, നല്ല തലയെടുപ്പുള്ള ഒരു മഹാപണ്ഡിതൻ. അസ്കലാനിലൂടെ അങ്ങനെ നടക്കുമ്പോൾ ചെരുപ്പ് കുത്തിയായി നിൽക്കുന്ന ഒരു ജൂതൻ ചെരുപ്പ് കുത്തിയായി ഇവിടെ പണിയെടുക്കുന്നു. മഹാനവറുകളുടെ കൂടെ ആളുകളുണ്ട്, പരിവാരങ്ങളുണ്ട്. നടന്നു പോകുമ്പോ ഈ ജൂതൻ മഹാനവറുകളെ കൈനീട്ടി വിളിച്ചിട്ട് പറഞ്ഞു, അല്ലയോ പണ്ഡിതരെ, എനിക്കൊരു സംശയം നിങ്ങളോട് ചോദിക്കാനുണ്ട്. എന്താണത്? ചോദിച്ചോളൂ. ഖാല റസൂലുക്കും, നിങ്ങളുടെ പ്രവാചകനല്ലയോ പറഞ്ഞത്, അദ്ദുന്യാ സിജ്നുൽ മുഅ്മിനി വജന്നത്തുൽ കാഫിർ, ഈ ലോകം സത്യവിശ്വാസിയുടെ ജയിലാണ്, തടവറയാണ്. എന്നാൽ അവിശ്വാസിക്ക് സ്വർഗമാണ് ഈ ലോകം എന്ന് നിങ്ങളുടെ റസൂല് പറഞ്ഞിട്ടില്ലയോ? ഉണ്ട്, പറഞ്ഞിട്ടുണ്ട്. സ്വഹീഹായ ഹദീസാണത്. അദ്ദുന്യാ സിജ്നുൽ മുഅ്മിനി വജന്നത്തുൽ കാഫിർ. ഇത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രിസനാണ്, അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പാരഡൈസ്. എന്റെ സംശയം, മഹാനവറുകളെ, ചെരുപ്പ് കുത്തിയായി അഴുകിയ ചെളി പിടിച്ച കീറിപ്പറഞ്ഞ ചെരുപ്പ് നന്നാക്കുന്ന ഞാനൊരു അവിശ്വാസിയാണെന്നല്ലേ നിങ്ങൾ കരുതുന്നത്? നിങ്ങളാണെങ്കിലോ നല്ല വസ്ത്രം ധരിച്ച് പരിവാരങ്ങളുടെ കൂടെ ഈ നടക്കുന്ന യാത്ര ഇസ്സത്തിൽ, ഭക്ഷണം, താമസം, എല്ലാ സൗകര്യങ്ങളോടും കൂടെ ഒരു പ്രയാസവുമില്ലാതെ നിങ്ങൾ ജീവിക്കുമ്പോൾ ഇവിടെ ആർക്കാണ് നരകം, ആർക്കാണ് ഇവിടെ സ്വർഗം? നിങ്ങളുടെ പ്രവാചകന്റെ വാക്ക് എങ്ങനെയാണ് ശരിയാവുന്നത്? എനിക്ക് നരകമല്ലേ, നിങ്ങൾക്ക് സ്വർഗവും? പ്രവാചകൻ പറഞ്ഞതോ നിങ്ങൾക്കിത് നരകമാണ് ഈ ലോകം, എനിക്ക് സ്വർഗമാണ്. എനിക്കെന്ത് സ്വർഗം? ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. ഒരു സുഖവുമില്ലാതെ ഒരു അന്നത്തിന് പോലും കഷ്ടപ്പെടുന്ന എനിക്ക് എന്ത് സ്വർഗമാണ് ഈ ലോകം? നിങ്ങളുടെ പ്രവാചകൻ പറഞ്ഞത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞ ജൂതനോട് മഹാനായ അല്ലാമ ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ അരികത്തേക്ക് വിളിച്ചു. ഇതിന് സമാനമായ സംഭവം സുൽത്താനുൽ ഉലമായി ഇസ്സുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം റഹ്മത്തുള്ളാഹി തആല അലൈഹിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ ഒരു ചോദ്യവും മറുപടിയും ഈജിപ്തിൽ വെച്ച്, ഇത് നടക്കുന്ന അഷ്കലാനിൽ വെച്ച്. മഹാൻ പറഞ്ഞു ജൂതനോട്, അള്ളാഹുവിന്റെ റിസാലത്തിനെ അംഗീകരിക്കാതെയും പടച്ചവന് വണങ്ങാതെയും ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ ഈ അനുഭവിക്കുന്നത് നിങ്ങൾക്ക് സ്വർഗമാണ്. വരാൻ പോകുന്ന ശിക്ഷ കണക്കാക്കിയാൽ ഇത് നിങ്ങൾക്ക് സ്വർഗമാണ്. ഇവിടെ ഇത് കഴിഞ്ഞാൽ പിന്നെ നരകത്തിലേക്കാണ് നിങ്ങൾ എറിയപ്പെടുന്നതെങ്കിൽ ഈ നിൽക്കുന്നത് നിങ്ങൾക്ക് സ്വർഗമാണ്. അള്ളാഹുവിനനുസരിക്കുന്ന ഒരു നല്ല മനുഷ്യനാണ് ഞാനെങ്കിൽ, അങ്ങനെ ആണെങ്കിൽ അള്ളാഹു നൽകാൻ പോകുന്ന സ്വർഗത്തിലേക്ക് നോക്കിയാൽ ഞാൻ ഈ നിൽക്കുന്നത് ഒരു തടവറ പോലെയാണ്. ആ ഒരു മറുപടി സ്ട്രൈക്ക് ചെയ്തു ഈ മനുഷ്യനെ.
അതുകൊണ്ട് അദ്ദേഹം വിളിച്ചു പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അങ്ങനെ കലിമ ചൊല്ലി വിശ്വസിച്ചൊരു ജൂതനുണ്ട് അസ്ഖലാനിൽ. മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങളുടെ ഈ മറുപടിയാണ് കാരണം, ലോകത്തെ വീക്ഷിക്കുന്നത് സർവ്വജനങ്ങളും കാണുന്ന പോലെയല്ല ഈ ലോകം. ഇതിനപ്പുറത്തേക്കൊരു ലോകത്തെ കാണാൻ കഴിയുന്ന കണ്ണാണ് ഒരു വിശ്വാസിക്ക് വേണ്ടത്. ഭൗതികതയുടെ ഈ ഒരു ലഹരിയിൽ നിൽക്കുമ്പോൾ ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന സ്വർഗവും ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന നരകവും, നാളത്തെ മഹ്ശറയും അൽ ജന്നത്തു വന്നാർ, നാളത്തെ സിറാത്തും കിതാബ് നൽകപ്പെടുന്നതും അമലുകൾ തൂക്കപ്പെടുന്നതും അല്ലാഹുവിന്റെ മുമ്പിൽ വിചാരണക്ക് നിൽക്കുന്നതുമെല്ലാം വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിലൂടെയും നമ്മുടെ ചിന്തയിലൂടെയും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ലോകം നഷ്ടമാണ്, വട്ടപൂജ്യമാണ്. അതുകൊണ്ട് വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം നമ്മുടെ ചിന്തയാണ്. ആ ചിന്ത കൊണ്ട് റബ്ബിലേക്ക് അടുക്കാൻ സാധിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ആരാധനകൾ വെറുതെയാണ്. പടച്ചതമ്പുരാൻ അറിയാതെയാണ് നമ്മൾ വണങ്ങുന്നതെങ്കിൽ, നിസ്കരിക്കുന്നതെങ്കിൽ അള്ളാഹുവിനെ കണ്ണുകൊണ്ട് കാണുന്ന പോലെ നമുക്ക് കഴിയില്ല. എന്നാലും കാണുന്ന പോലെ ഒന്ന് ചിന്തിച്ചുകൊണ്ടാണ് റബ്ബിന്റെ മുമ്പിൽ നിസ്കരിക്കേണ്ടത്. നിങ്ങളുടെ നിസ്കാരങ്ങളിൽ എത്രയാണോ നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്നത് അത്രേ നിങ്ങൾക്ക് കൂലി കിട്ടൂ എന്ന് പറഞ്ഞത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. നിസ്കാരത്തിന് കൂലിയുണ്ടോ ഇല്ലേ എന്നറിയണമെങ്കിൽ ആ നിസ്കാരത്തിൽ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി സലാം വീട്ടുന്നതിനിടയിൽ എത്ര തവണയാണ്, എത്ര സെക്കൻഡുകളാണ് നിങ്ങൾ അല്ലാഹുവിനെ ഓർത്തത്, അതിനെ കൂലിയുണ്ടാവുകയുള്ളൂ. അല്ലാത്തത് ചടങ്ങ് മാത്രമായി മാറും. ആരുടെ മുമ്പിലാണ് നമ്മൾ തലകുനിക്കുന്നത്? ആരെയാണ്? അല്ലാഹു അക്ബർ, സർവേശ്വരനായ റബ്ബേ നീ ഏറ്റവും വലിയവനാണ് എന്ന് വിളിച്ചു പറയുമ്പോ ആ വലിയവന്റെ വലുപ്പം നമ്മുടെ ഹൃദയത്തിൽ വരാറുണ്ടോ? ഭൂമിയിലേക്ക് താഴ്ന്ന് തലകുത്തി വെച്ച് മണ്ണിലേക്ക് നമ്മുടെ നെറ്റിത്തടം താഴ്ത്തി വെച്ചിട്ട് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി, പടച്ചവനെ ഞാൻ ഭൂമിയോളം മണ്ണിൽ താണു കിടക്കുകയാണ്, എൻ്റെ നെറ്റി ഞാൻ മണ്ണിലാണ് വെച്ചിരിക്കുന്നത്, എൻ്റെ തലയാണ് നിവർന്നു നിൽക്കുന്ന തല ഞാൻ മണ്ണിൽ വെച്ച് ഞാൻ മണ്ണിനോളം താഴെയാണ്. ആ താഴെ നിൽക്കുമ്പോൾ നമ്മൾ പറയുന്ന ദിക്ർ എന്താണെന്നറിയോ? സുബ്ഹാന റബ്ബിയൽ അഅ്ലാ, ഏറ്റവും ഉന്നതങ്ങളിൽ കിടക്കുന്ന റബ്ബേ നീ ഏറ്റവും മഹോന്നതനാണ്, ഞാൻ ഏറ്റവും താഴെയാണ് കിടക്കുന്നത്, നീ ഏറ്റവും മീതയാണ് എന്ന് സുജൂദിൽ കിടക്കുമ്പോൾ നമുക്ക് തോന്നാറുണ്ടോ? നമ്മൾ കുനിയുകയാണ്. കുനിയുന്നത് മുതലാളിയുടെ മുമ്പിൽ ഒരുപക്ഷെ തൊഴിലാളികൾ കുനിഞ്ഞു നിന്നേക്കാം, രാജാവിന്റെ മുമ്പിൽ പ്രജകൾ സാഷ്ടാംഗം നമിച്ചേക്കാം. അങ്ങനെ ചെയ്യുന്ന സംസ്കാരങ്ങളുണ്ട്. എന്നാൽ നമ്മൾ കുനിയുമ്പോൾ അത് ഒരു തരം താഴ്ചയാണ്. കുനിയുന്നത് ഒരു തരം കുറവാണ്, ന്യൂനതയാണ്. ആ ന്യൂനതയിൽ നമ്മൾ ഇങ്ങനെ വളഞ്ഞു നിൽക്കുമ്പോൾ, 90 ഡിഗ്രിയിൽ ഇങ്ങനെ വളഞ്ഞു നിൽക്കുമ്പോൾ നമ്മൾ പറയുന്ന വാക്ക് എന്താണെന്നറിയോ? സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി, അല്ലാഹുവേ നീ എത്ര മഹോന്നതനാണ്, നിനക്കൊരു ന്യൂനതയുമില്ല റബ്ബേ. ഞാൻ വളഞ്ഞു നിൽക്കുകയാണ്, ഇവിടെ ബെൻഡായി നിൽക്കുകയാണ്, നിന്റെ മുമ്പിൽ താണുകേണ് നിൽക്കുകയാണ്. എന്നാൽ എപ്പോഴും തലയുയർത്തി നിൽക്കാൻ കഴിയുന്ന ഇസ്സത്ത് റബ്ബേ നിനക്ക് മാത്രമാണ്. ഞാൻ ന്യൂനതയുള്ളവനാണ്. ഒരു പനി പിടിച്ചാൽ തീരുന്ന ആരോഗ്യമേ എനിക്കുള്ളൂ, പനി പിടിച്ചാൽ തീരുന്ന ആരോഗ്യമേ എൻ്റെ കയ്യിലുള്ളൂ. ഒരു ജലദോഷം വന്നാൽ തളർന്നു പോകുന്ന ആരോഗ്യമേ എനിക്കുള്ളൂ റബ്ബേ. നീയാണെങ്കിലോ ലാ തഅഖുദുഹു സിനതും വലാ നൗം, ഉറക്കമോ തൂങ്ങി ഉറക്കമോ ബാധിക്കാത്തവനായ അല്ലാഹുവേ നീ മഹോന്നതനാണ് എന്ന് പറയുന്ന വാക്കുകളെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? നിസ്കാരത്തിന്റെ ഓരോ പൊസിഷനിലും നമ്മൾ പറയുന്ന വാക്കുകൾക്ക് അർത്ഥമുണ്ട്. നിവർന്നു നിൽക്കുമ്പോഴാണ് ഫാത്തിഹ ഓതുന്നത്, ഖുർആൻ ഓതുന്നത്. നേരെ തലക്ക് മുകളിലാണ് ആകാശം. വിശുദ്ധ ഖുർആൻ മേലെ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നതാണ്. അതുകൊണ്ട് നിവർന്നു നിൽക്കുമ്പോഴാണ് ഖുർആൻ ഓതുന്നത്. ബാക്കിയെല്ലാം ദിക്റുകളാണ്, സ്വലാത്തുകളാണ്. അല്ലാഹുവിന്റെ കലാമിന്റെ ആ ഒരു പ്രഭവ കേന്ദ്രത്തിലേക്ക് തല ഉയർത്തി നിൽക്കുമ്പോൾ നമ്മളോട് ഫാത്തിഹ ഓതാൻ പറഞ്ഞു, ഖുർആൻ ഓതാൻ പറഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നെ റുകൂഇലേക്ക്. ഇങ്ങനെ നമ്മുടെ പ്രാർത്ഥനയുടെ
ആന്തരിക സാരം നമ്മൾ അറിയുന്നത് നമ്മൾ അല്ലാഹു ആരാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ്. ആ പടച്ച തമ്പുരാനെ കുറിച്ച് ഒരറിവുമില്ലാതെ നമ്മൾ ചെയ്തു കൂട്ടുന്നത് വെറുമൊരു ഒരു അംഗവിക്ഷേപമായി മാത്രം മാറുമ്പോൾ അതിൻ്റെ ആത്മാവ് നഷ്ടപ്പെടുന്നില്ലയോ? അതുകൊണ്ടാണ് ലൈസലിൽ മർഇ മിൻ സ്വലാത്തിഹി ഇല്ലാ മാ അഖല മിൻഹാ. നിങ്ങളുടെ നിസ്കാരങ്ങളിൽ നിങ്ങൾക്ക് നൽകപ്പെടുന്ന പ്രതിഫലം എത്രയാണോ നിങ്ങൾ അസ്ർ കഴിഞ്ഞു, മഗ്രിബ് കഴിഞ്ഞു, ഇശാഹും കഴിഞ്ഞു, 5 നേരത്തെ നിസ്കാരം കഴിഞ്ഞിരിക്കുന്ന മുഅ്മിനീങ്ങളെ, ഈ 5 നേരത്തെ നിസ്കാരങ്ങളിൽ നമ്മൾ ചെലവഴിച്ചത് മാക്സിമം 20 മിനിറ്റ് ആണെങ്കിൽ അതിൽ എത്ര മിനിറ്റ് നമുക്ക് അല്ലാഹുവിനെ കുറിച്ച് ഓർക്കാൻ കഴിഞ്ഞുവോ അതിനുള്ള പ്രതിഫലമേ നാളെ വാങ്ങിക്കാൻ കഴിയൂ. നമ്മുടെ പ്രതിഫലം പോലും ബന്ധപ്പെട്ട് കിടക്കുന്നത് നമ്മുടെ ചിന്തയുമായിട്ടാണ്. നമ്മുടെ മെന്റൽ പ്രസൻസ്, നമ്മുടെ ബുദ്ധിപരമായ സാന്നിധ്യം നമ്മുടെ ആരാധനകളിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ആരാധനക്ക് അതിന് ആത്മാവുണ്ടാകുന്നത്. ജീവിക്കുന്ന കാലമത്രയും സർവ്വതും കാണുമ്പോ സുബ്ഹാനക യാ റബ്ബ്, പടച്ചവനെ നീ എത്ര പരിശുദ്ധനാണ് എന്ന് റബ്ബിന്റെ സൃഷ്ടിപ്പിനെ കാണുമ്പോൾ മാർവൽ ചെയ്യുന്നിടത്താണ് ജീവിതത്തിന് മൂല്യമുണ്ടാകുന്നത്, നിമിഷങ്ങൾക്ക് സൗന്ദര്യമുണ്ടാകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഹബീബായ നബി തങ്ങൾ ലോകത്തോട് വിട പറയുന്ന രംഗം ഫാത്തിമ റളിയല്ലാഹു അൻഹ അരികത്തുണ്ട്. വാ കർബബതാ, ലോകത്തോട് യാത്ര പറഞ്ഞ് അടുത്തൊരു ലോകത്തേക്ക് സുഖസൗകര്യങ്ങളുടെ ആത്മാവിന്റെ ഏറ്റവും വലിയ അനന്തമായ വിഹായസിലേക്ക് നീങ്ങുന്ന ഒരു ലോകം ഖബറാണ്, പരലോകമാണ്, ബർസഖാണ്, ആലമുൽ ആഖിറയാണ്. പുണ്യനിബിതങ്ങൾ ലോകത്തോട് വിട പറയുന്നു. 63 വയസ്സ്. നിബിതങ്ങൾക്ക് തങ്ങളുടെ വയറ് പോലും ഫ്ലാറ്റ് ബെല്ലിയായിരുന്നു, കുംഭചാടിയിട്ടില്ല. നിബിതങ്ങൾക്ക് കുടവയറില്ലായിരുന്നു. പുണ്യനബിക്ക് നിബിതങ്ങൾ ഓവർ വെയ്റ്റ് ആയിരുന്നില്ല. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരോഗ്യം, പരിപൂർണമായ ആരോഗ്യമുള്ള നേരത്താണ് ഒരാഴ്ച നീണ്ടുനിന്ന പനി ബാധിച്ച് ഹബീബ് ലോകത്തോട് വിട പറയുന്നത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തിന്റെ ചില വേദനകൾ ഹബീബിൽ കണ്ടപ്പോൾ അവിടുത്തോടുകൂടെ ഒട്ടിനിന്ന് ജീവിതം പഠിച്ച ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്ന പുണ്യ ഹബീബിന്റെ പരിശുദ്ധരായ പൊന്നുമോൾ, വാ കർബബതാ, എൻ്റെ പിതാവിൻ്റെ വേദനയെ എന്ന് പറഞ്ഞ് ഫാത്തിമ റളിയല്ലാഹു അൻഹ കരയുകയാണ്. ഹബീബായ നിബിതങ്ങൾ അരികത്തുള്ള വെള്ളത്തിൽ കൈകൊണ്ട് തൊട്ടുകൊണ്ട് നെറ്റിയിൽ ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടുന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിയർപ്പും ചൂടും മരണത്തിന്റെ വേദനയും ഒന്ന് ലഘുവായി കിട്ടാൻ, വാ കർബബതാ, എൻ്റെ പിതാവിൻ്റെ വേദനയെ എന്ന് പറഞ്ഞ് ആ പുണ്യ ഹബീബിന്റെ പൊന്നുമോള് കരയാൻ തുടങ്ങുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കണേ. ലൈസ അലാ ബീകി കർബുൻ ബഅദൽ യൗം, ലൈസ അലാ ബീകി കർബുൻ ബഅദൽ യൗം. ഫാത്തിമ, ഈ ദിവസം കഴിഞ്ഞാൽ, ഈ തിങ്കളാഴ്ച ദിവസം ഞാൻ വഫാത്താകും. ഈ ദിവസം കഴിഞ്ഞാൽ നിന്റെ ഉപ്പാക്ക് വേദനയില്ല മോളെ. വേദനയില്ലാത്ത ലോകത്തേക്കാണ് ഉപ്പ പോകുന്നത്. കുറച്ച് നേരത്തേക്കുള്ള വേദനയെ ഉപ്പാക്കുള്ളു മോളെ. ഇനിയുള്ള ജീവിതം വേദനയില്ലാത്തൊരു ലോകത്തേക്കാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞ് അല്ലാഹുമ്മ റഫീഖൽ അലാ, ആകാശത്തേക്ക് ചൂണ്ടുവിരൽ ഉയർത്തിക്കൊണ്ട് മദീന പള്ളിയോട് ചേർന്ന് കിടക്കുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എന്ന നമ്മുടെ ഉമ്മയുടെ ആ ഒരു മുറിക്കകത്ത് നിന്ന് ആ ചൂണ്ടുവിരൽ ആകാശത്തേക്ക് ഉയർത്തി ഹബീബ് പറയുകയാണ്, അല്ലാഹുമ്മ റഫീഖൽ അലാ, അല്ലാഹുവേ നിന്റെ ഉന്നതമായ ആ ഒരു സൗഹൃദം, നിന്റെ ഉന്നതമായ ഒരു സാമീപ്യം, ഞാൻ നിന്റെ അരികത്തേക്ക് വരികയാണ് റബ്ബേ, ഞാൻ നിന്റെ അരികത്തേക്ക് വരികയാണ്. ബലിർ റഫീഖൽ അലാ, അല്ല ഞാൻ നിന്റെ അരികത്തേക്ക് വരികയാണ്, അല്ല എനിക്ക് വേണ്ട, ഞാൻ അരികത്തേക്ക് വരികയാണ്.
ഇത് പറയുമ്പോൾ ഹബീബിനോട് മാലാഖമാർ പറയുന്നുണ്ടാകാം, അവിടുന്ന് ഇവിടെ നിൽക്കുന്നോ, അള്ളാഹുവിന്റെ അരികത്തേക്ക് വരുന്നോ? ഞാൻ വരികയാണ്, ഞാൻ വരികയാണ്. എനിക്ക് ഉന്നതമായ എൻ്റെ റബ്ബിന്റെ സാമീപ്യമാണ് വേണ്ടത്, എൻ്റെ റബ്ബിന്റെ കൂട്ടുകാരൻ എന്ന്. റഫീഖുൽ അല, ഉന്നതങ്ങളിൽ കിടക്കുന്ന എൻ്റെ സുഹൃത്തിന്റെ അരികത്തേക്ക് എന്ന് നബി തങ്ങൾ സ്നേഹത്തിന്റെ പേരിൽ അള്ളാഹുവിനെ സുഹൃത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റഫീഖുൽ അല, ഉന്നതമായ റബ്ബിന്റെ സാമീപ്യം എന്നാണ് അതിന്റെ അർത്ഥം. ആ ഒരു ആനന്ദത്തിലൂടെ ലോകത്തോട് വിട പറഞ്ഞ് കാണിച്ചു കൊടുത്ത നേതാവിനോളം ലോകത്ത് കർമ്മം കൊണ്ട് പുണ്യം ചെയ്ത മറ്റാരുണ്ട് നമുക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ? ആ മരണം എത്ര സുന്ദരമാണ്! ഞാൻ പോകുന്നത് എൻ്റെ ഉന്നതങ്ങളിൽ കിടക്കുന്ന കൂട്ടുകാരൻ്റെ അരികത്തേക്കാണ് ഞാൻ പോകുന്നത്. സ്വന്തം ഇഷ്ടപ്പെട്ടവന്റെ അരികത്തേക്ക് പോകുമ്പോഴുണ്ടാകുന്ന ഒരാനന്ദത്തിലാണ് റൂഹ് പോകുന്നത് ഹബീബിൻ്റേത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ജീവിതം വിജയിച്ചുവോ ഇല്ലയോ എന്നറിയുന്നത് മരണം ആസന്നമാകുന്ന ആ ഒരു നേരത്തെ സെക്കൻഡുകളെ കൊണ്ട് മാത്രമാണ്. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകട്ടെ. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകട്ടെ.